അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇവിടെ നിന്നും ഒരു സഹോദരി ചോദിക്കാൻ ആവശ്യപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രവാചകന്മാരായി പുരുഷന്മാരെ മാത്രം തിരഞ്ഞെടുത്തത്? എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദരിച്ചത്? ആ ചോദ്യത്തിന് മതപരമായ ഒരു സൂക്ഷ്മത കുറവുണ്ട്. നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചായാലും ശരി, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് പുരുഷന്മാരെ തിരഞ്ഞെടുത്തു എന്ന ആ ചോദ്യം എന്നോടല്ല, ആ ചോദ്യം നിങ്ങൾ അള്ളാഹിനോടാണ് ചോദിക്കുന്നത് അർത്ഥത്തിൽ. അപ്പോൾ ആ ചോദ്യം ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. യഫ്അലു മാ യശാ. അതിന് ഒന്നാമത്തെ ഉത്തരം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുത്ത ഒരു നിയമ സംവിധാനമാണ്. അള്ളാഹു തിരഞ്ഞെടുത്ത സംവിധാനമാണ്. അതിൻ്റെ പിന്നിലെ യുക്തി, ലക്ഷ്യം നമുക്ക് അറിയില്ല. അതാണ് അതിൻ്റെ മതപരമായ നിലയിലുള്ള ഉത്തരം. ബാക്കി അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഏത് ഉത്തരങ്ങളും ഒരു പക്ഷേ ആ ഉത്തരങ്ങൾ അല്ലെങ്കിലോ അള്ളാഹ് പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ പ്രവാചകന്മാരാക്കാൻ കണ്ടെത്തിയ മാർഗം. അപ്പം അതാണ് അതിലെ ഏറ്റവും സൂക്ഷ്മതമായിട്ടുള്ള ഉത്തരമെന്ന് ഞങ്ങളെ സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. പക്ഷെ അതോടൊപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ പദവികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ, ലോകത്ത് ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള, ഇസ്ലാം മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചതുപോലെയുള്ള ഒരു കാര്യം, ഒരു ദർശനങ്ങൾ ലോകത്ത് അവതരിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആന്റെ സൂറത്തുകളുടെ ഘടന തന്നെ പരിശോധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫാത്തിഹ, ബക്കറ, ആലിംറാൻ, പിന്നെ തുടങ്ങുന്ന സൂറത്തു നിസാ. നിങ്ങൾ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് റിജാലില്ലാത്തെന്ന് ചോദിക്കാമല്ലോ. എന്തുകൊണ്ട് സൂറത്ത് റിജാലില്ല? പുരുഷന്മാരെ കുറിച്ച് പറയുന്ന ഒരു അധ്യായം ഖുർആനിലല്ലോ. അപ്പോൾ ഖുർആൻ നൽകിയ അതിന് ഏറ്റവും അടിസ്ഥാന സ്ത്രീക്ക് നൽകിയ ഒരു പദവിയുണ്ട്, സൂറത്തു നിസാ. അത് സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പറയാൻ മാത്രമാണ് എന്ന് തിരിച്ചറിയണം. അത് നമുക്കെങ്കിലും ഉണ്ടായിരിക്കണം. സൂറത്തു നിസാ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചും സ്ത്രീകൾക്ക് കിട്ടേണ്ട അവകാശത്തെക്കുറിച്ച് മാത്രം പറയാനാണ്. ആ ഒരൊറ്റ സൂറത്ത് തന്നെ മതി ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ പദവിയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാൻ എന്നതാണ് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഉത്തരം. അല്ലാഹു അലം.